സംസ്ഥാനത്ത് കനത്ത പോളിംഗ് നടന്ന വടക്കൻ കേരളത്തിൽ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലെ വർധന LDF-നും UDF-നും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നു. സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം 80% കടന്ന 46 മണ്ഡലങ്ങളിൽ 32 എണ്ണവും വടക്കൻ കേരളത്തിലാണ്. 2021 വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ 53 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും LDF-ന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളിലാണ്. എന്നാൽ മലപ്പുറത്തെ UDF സിറ്റിംഗ് മണ്ഡലങ്ങളിലും റെക്കോർഡ് വർധനവും ഉണ്ടായിട്ടുണ്ട്. മഞ്ചേരി, മലപ്പുറം, വേങ്ങര, കോട്ടയ്ക്കൽ, വണ്ടൂർ മണ്ഡലങ്ങളിൽ 30,000-ൽ കൂടുതൽ വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പോൾ ചെയ്തിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാണ് വോട്ട് വർദ്ധിക്കാൻ കാരണമെന്ന് ചിന്തിച്ചാൽ UDF-നും, ഭരണം നിർത്താനുള്ള പിന്തുണയാണ് വോട്ട് വർദ്ധിക്കാൻ കാരണമെന്ന് ചിന്തിച്ചാൽ LDF-നും പ്രതീക്ഷിക്കാം എന്നതാണ് വടക്കൻ കേരളത്തിലെ വോട്ടിന്റെ എണ്ണം നൽകുന്ന സൂചന. AP സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ അനുകൂല നിലപാടുള്ളതിനാൽ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം UDF-ലേക്ക് പോയിട്ടില്ലെന്നും LDF കണക്കുകൂട്ടുന്നു. വടക്കൻ കേരളത്തിലെ 60 മണ്ഡലങ്ങളിൽ 53 ഇടത്താണ് 2021 വോട്ടിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളത്. ഇതിൽ 32 മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം 80 കടക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ട് വർദ്ധിച്ച 53 മണ്ഡലങ്ങളിൽ 32 എണ്ണം LDF-ഉം 21 മണ്ഡലങ്ങൾ UDF-ന്റേതുമാണ്. LDF-ന്റെയും UDF-ന്റെയും കോട്ടകളായ മണ്ഡലങ്ങളിലും വർധനമുണ്ടായിട്ടുണ്ട്. SIR-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ന്യൂനപക്ഷ വിഭാഗം വലിയ തോതിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നതാണ് മലപ്പുറത്ത് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 30,000-ൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത 5 മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. വണ്ടൂർ, മഞ്ചേരി, മലപ്പുറം, വേങ്ങര, കോട്ടയ്ക്കൽ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് കനത്ത പോളിംഗ് നടന്നത്. 2021 10,000-ൽ കൂടുതൽ പേർ വോട്ട് ചെയ്ത 29 മണ്ഡലങ്ങളിൽ 17 എണ്ണം UDF സിറ്റിംഗ് സീറ്റുകളാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് വോട്ട് ലഭിച്ച മണ്ഡലങ്ങളിൽ UDF ശക്തികേന്ദ്രമായ ഇരിക്കൂർ മണ്ഡലവുമുണ്ട്. UDF ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ വോട്ട് വർദ്ധിക്കണമായിരുന്നുവെന്നാണ് LDF പറയുന്നത്. എന്തായാലും വോട്ട് ചെയ്തവരുടെ എണ്ണം പരിശോധിച്ച് ഒരു തരംഗം പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി നിശബ്ദ തരംഗമാണെങ്കിൽ അത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.